ഇന്നത്തെ വാർത്താ മണിക്കൂറിൽ നിങ്ങൾക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നത് ISRO ചാരക്കേസിൻ്റെ കുറ്റപത്രം CBI സമർപ്പിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഓർമ്മകൾ കുറച്ച് പിന്നോട്ട് പോവുകയാണ്. ചാരക്കേസ് കേരളത്തിൽ കത്തി നിന്ന ഒരു കാലമുണ്ട്. അതൊരുപാട് മാധ്യമപ്രവർത്തകരുടെ മനസ്സിലുണ്ട്, പൊതുജനങ്ങളുടെയും മനസ്സിലുണ്ട്. പുതിയ തലമുറയിൽ എത്ര ആളുകൾക്ക് ചാരക്കേസിൻ്റെ ആ കാലം ഓർമ്മയുണ്ട് എന്നെനിക്കറിയില്ല. ചാരക്കേസ് കത്തി നിന്നപ്പോൾ നമ്പി നാരായണൻ എന്ന ശാസ്ത്രജ്ഞൻ ഉൾപ്പെടെ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെല്ലാവരും സമൂഹത്തിൽ ടോട്ടലി ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്നതാണ് സത്യം. അവരുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു, അവരുടെ വീട്ടിലേക്ക് പാല് വിതരണം ചെയ്യാൻ തടഞ്ഞു, പത്രങ്ങൾ കൊടുക്കാതെയായി, അവരുടെ കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാതെയായി, കടകളിൽ വെച്ച് ആളുകൾ ആക്ഷേപിച്ചു, വഴിയെ നടന്നുപോയാൽ പെൺകുട്ടികളെ പോലും വണ്ടി നിർത്തിയ ആളുകൾ തെറി പറയുന്ന ഒരു അന്തരീക്ഷം. അങ്ങനെ ISRO ചാരക്കേസിലെ പ്രതികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി എന്നാണ്. ഡോക്ടർ ശശികുമാർ അദ്ദേഹം ആരോപിക്കപ്പെട്ട മറ്റൊരു പ്രതിയായിരുന്നു. അതുപോലെ നമ്പി നാരായണൻ. ഈ ഡോക്ടർ ശശികുമാറിൻ്റെയും അതുപോലെ ചില IPS ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ പേരുകൾ വെളിയിൽ വന്നതോടെ അവരുടെ കുട്ടികൾക്ക് പോലും കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി, പരസ്യമായി അവരെ ആളുകൾ അധിക്ഷേപിച്ചു. അപ്പോൾ ചാരക്കേസ് എന്ന് പറയുന്നത് കെട്ടിച്ചമച്ചതാണെന്നും ഒക്കെ പറയുക അന്ന് വളരെ റിസ്ക് പിടിച്ചൊരു കാര്യമാണ്. അന്ന് ഏഷ്യൻ ന്യൂസുമായി ബന്ധപ്പെട്ടിരുന്ന TN ഗോപകുമാർ അന്ന് കണ്ണാടിയിൽ അദ്ദേഹം ചെയ്ത ഒരു പരിപാടിയായിരുന്നു ആദ്യത്തെ ശബ്ദമായി പുറത്തു വന്നത്. ചാരക്കേസ് കെട്ടുകഥയാണ് എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ഏഷ്യാനെറ്റിൽ ചെയ്ത നമ്മൾ തമ്മിൽ എന്ന പരിപാടിയിൽ ഒരു കുറ്റവിചാരണ ഭ്രാന്തിൻ്റെ ബാക്കി പത്രം എന്ന പേരിൽ ഇത് തീർത്തും കെട്ടിച്ചമച്ച കഥയാണ് എന്ന് കൊണ്ടുവന്നു. അത് തീർച്ചയായിട്ടും കണ്ണാടി അവതരിപ്പിച്ച ഗോപകുമാറും ഞാനും ഏഷ്യാനെറ്റുമൊക്കെ അന്ന് എടുത്ത ഒരു വലിയ റിസ്ക്കാണ്. ആ റിസ്കിന് ഇപ്പോൾ ഒരു യാഥാർത്ഥ്യം വന്നിരിക്കുന്നു. IB ഉൾപ്പെടെയുള്ള ആളുകൾ പീഡിപ്പിച്ച ആ മനുഷ്യനില്ലേ നമ്പി നാരായണൻ, അദ്ദേഹം പറഞ്ഞു സത്യം വെളിച്ചത്ത് വന്നു എന്നു മാത്രമല്ല ഇവരെയൊന്നും ശിക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, അവസാനത്തെ കോടതി ഈശ്വരനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്പി നാരായണനെ പട്ടിച്ചങ്ങല വെച്ച് കൈകൾ കൊണ്ട് ഒരു സിമൻറ്റ് ബെഞ്ചിൽ പൂട്ടിയിട്ട് ഈ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അദ്ദേഹത്തെ മർദ്ദിച്ചു. ഇന്നൊരു ഡോക്ടർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, ഇദ്ദേഹം ഇനി നിങ്ങൾ മർദ്ദിച്ചാൽ മരിച്ചു പോകും എന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. S. വിജയൻ എന്നറിയപ്പെട്ട സ്മാർട്ട് വിജയൻ എന്ന പോലീസ് ഓഫീസർ യഥാർത്ഥത്തിൽ മാലിയിൽ നിന്ന് വന്ന മറിയർ റഷീദിലൂടെയൊക്കെ മോശമായി പെരുമാറിയത് അവസാനം വലിയൊരു ചാരക്കേസ് എന്ന കെട്ടുകഥയിൽ എത്തിച്ചുവെന്ന് CBI കുറ്റപത്രത്തിൽ പറയുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചയായതായിരുന്നു ISRO ചാരക്കേസ്. രാജ്യത്തിന്റെ ബഹിരാകാശ നീക്കങ്ങൾക്ക് പോലും തിരിച്ചടിയായ സംഭവം. ആ കേസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായ വ്യക്തിവിരോധം മൂലമാണെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് CBI കുറ്റപത്രത്തിലുള്ളത്. മുൻ DGP സിബി മാത്യൂസ് അടക്കം 5 പേർ പ്രതികളായ ISRO ചാരക്കേസ് ഗൂഢാലോചനയുടെ കുറ്റപത്രമാണ് പുറത്തു വന്നത്. ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്നാണ് CBIയുടെ കണ്ടെത്തൽ. തിരുവനന്തപുരത്തെ ഹോട്ടൽ റെയ്ഡിനിടെയാണ് CI ആയിരുന്ന S. വിജയൻ മറിയം റഷീദെ കാണുന്നത്. ഹോട്ടൽ മുറിയിൽ വെച്ച് S. വിജയൻ മറിയം റഷീദെ കടന്നുപിടിച്ചു. മറിയം റഷീദ എതിർത്തു. ഈ വിരോധത്തിലാണ് വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങിയെന്നാരോപിച്ച് മാലി വനിതയായ മറിയം റഷീദെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് കസ്റ്റഡിയിൽ ചോദിച്ചെങ്കിലും കോടതി അനുവദിച്ചില്ല. തുടർന്നാണ് S. വിജയൻ ചാരപ്രവർത്തനം ആരോപിച്ച് മറിയം റഷീദയ്ക്കെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. ആദ്യ അറസ്റ്റിനു ശേഷം 12 ദിവസം കഴിഞ്ഞാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അന്നത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ R. രാജീവനും IBയുടെ അന്നത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ RB ശ്രീകുമാറും ചേർന്നാണ് ചാരക്കേസിൽ നമ്പി നാരായണനെ പ്രതി ചേർക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് കുറ്റപത്രത്തിൽ CBI പറയുന്നു. പോലീസ് കസ്റ്റഡിയിലായിരുന്ന നമ്പി നാരായണനെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ ഗസ്റ്റ് ഹൌസിൽ വെച്ച് IB ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. ഈ സമയം നമ്പി നാരായണന് ക്രൂരമായ മർദ്ദനമേറ്റ് നമ്പി നാരായണൻ അവശനായെന്നും ഡോക്ടറെ കാണിക്കണമെന്നും പോലീസ് ഉദ്യോഗസ്ഥനായ ജോഷുവാണ് പറഞ്ഞതെന്ന് റിട്ടയർഡ് SP ബേബി ചാൾസ് മൊഴി നൽകിയിട്ടുണ്ട്. താൻ പരിശോധിക്കുമ്പോൾ മർദ്ദനമേറ്റ് നമ്പി നാരായണൻ മൃതപ്രായനായിരുന്നുവെന്ന് പരിശോധിച്ച ഡോക്ടർ സുകുമാരന്റെ മൊഴി. ഇനി മർദ്ദിച്ചാൽ നമ്പി നാരായണൻ മരിച്ചുപോകുമെന്ന് താൻ പോലീസിനോട് പറഞ്ഞതായും ഡോക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. അന്നത്തെ അന്വേഷണത്തിൽ ചാരപ്രവർത്തനത്തിന് തെളിവ് കണ്ടെത്തിയിട്ടില്ലെന്നാണ് IB അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന വിനോദ് കുമാറിന്റെ മൊഴി. ചാരക്കേസുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ചോർത്തി നൽകിയത് S. വിജയനാണെന്ന മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ മൊഴിയും കുറ്റപത്രത്തിലുണ്ട്. അതേസമയം കുറ്റപത്രത്തിലെ വിവരങ്ങളെക്കുറിച്ച് നമ്പി നാരായണന്റെ പ്രതികരണം ഇങ്ങനെ: ഇത് ഒരു ടിപ്പിക്കൽ കേസാണ്. അതായത് ഒരു പോലീസ് അട്രോസിറ്റീസ് എഗൻസ്റ്റ് എൻ ഇൻഡിവിജ്വൽ വരികയാണെങ്കിൽ അതിന് റിയാക്ട് ചെയ്യാനായിട്ട് പലരും മടുക്കുകയോ അല്ലെങ്കിൽ അതുപോലെ ചെയ്തിട്ടില്ല. ഞാനത് ചെയ്തിട്ടുണ്ട്. അത് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് തന്നെ വന്നിട്ടുണ്ട്. ആ ജഡ്ജ്മെന്റിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇതൊക്കെ ചെയ്യാവുന്നുള്ളത്. ആൻഡ് ദേ ഹാവ് യൂസ് സ്പെഷ്യൽ പവേഴ്സ്. അതൊക്കെ
അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം എന്റെ ജോലി കഴിഞ്ഞെന്ന് ഞാൻ പറയാൻ കാരണം ആ ജഡ്ജ്മെന്റിന്റെ കൂടെ എന്റെ ജോലി കഴിഞ്ഞു. ഇനി ഇവർക്ക് പനിഷ്മെന്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആസ് എൻ ഇൻഡിവിജ്വൽ നമ്പിനാരായണൻ എന്നുള്ള ഒരു വ്യക്തിക്ക് ഇതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അവർ ആൾറെഡി പനിഷ്ഡാണ്. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ക്രൂരമായ ദേഹോപദ്രവം ഏൽപ്പിക്കൽ അടക്കമുള്ള കുറ്റമാണ് ഗൂഢാലോചന കേസിൽ CBI ചുമത്തിയിരിക്കുന്നത്. നമ്പി നാരായണൻ എന്ന ശാസ്ത്രജ്ഞന്റെ ജീവിതം, അതിലെല്ലാം അപ്പുറം രാജ്യത്തിന്റെ ചില സ്വപ്നങ്ങൾ. ISRO ചാരക്കേസിന്റെ ഗൂഢാലോചനാ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും അത് ദേശീയ ശ്രദ്ധയാകർഷിക്കും. CBI കോടതി ഇനി എന്ത് നിലപാടെടുക്കുമെന്നുള്ളതും ശ്രദ്ധേയം. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ഒരുപാട് വാർത്തകളും കെട്ടുകഥകളും ഇതിൻ്റെ പേരിൽ വന്നു. ISRO ചാരക്കേസ് എന്ന് പറയുമ്പോൾ ISRO ഇന്ന് ലോകത്തെ 4ാമത്തെ ശക്തിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശാസ്ത്രരംഗത്ത് ഇന്ത്യ ബഹുദൂരം മുന്നിൽ പോയി. ഇതിനൊക്കെ അടിത്തറ പാകിയ ചുരുക്കം ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിരുന്നു നമ്പി നാരായണൻ. ഡോക്ടർ അബ്ദുൽ കലാം അദ്ദേഹം രാഷ്ട്രപതി മന്ദിരത്തിലേക്ക് കടന്നുപോയതിനു ശേഷം അദ്ദേഹത്തോട് തിരുവനന്തപുരത്ത് വെച്ച് പത്രക്കാർ ചോദിച്ചു, നമ്പി നാരായണൻ ചാരക്കേസ് നടത്തി കാണുമോ, അദ്ദേഹം ശാസ്ത്ര രഹസ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ ചോർത്തി കൊടുത്ത് കാണുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്പി അതൊന്നും ചെയ്യില്ല എന്നാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം അന്ന് പറഞ്ഞത്. അന്ന് അദ്ദേഹത്തോടൊപ്പം APJ പോലെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലുണ്ടായിരുന്നു. ആ ശാസ്ത്രജ്ഞന്മാരിൽ പല ആളുകളും പിന്നീട് സംശയിച്ചു നമ്പി നാരായണൻ ചാരക്കേസിലെ പ്രതിയാണോ എന്ന്. ഇന്നും ചില ആളുകളൊക്കെ സംശയിക്കുന്നുണ്ട്. കെട്ടുകഥ വന്ന് ഒരു കുടുംബത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ കഥയാണത്. രമൺ ശ്രീവാസ്തവയുടെ മകൾക്ക് തിരുവനന്തപുരത്ത് സ്റ്റാച്യൂവിലുള്ള ഒരു ചെരുപ്പ് കടയിൽ കയറിയപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ നിർത്തി ആ കുട്ടിയെ വിളിച്ചിറക്കി ചീത്ത പറഞ്ഞു. എത്ര ആളുകളാണെന്നറിയാമോ ഇതിൽ രക്തസാക്ഷികളായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതികൾ ഇപ്പോൾ ചെയ്യേണ്ടത് നമ്പി നാരായണൻ്റെ ആ വിശാലമായ മനസ്സുണ്ടല്ലോ, ഇവർ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞു എന്ന് പറയുന്ന ആ മാനസികാവസ്ഥ, അദ്ദേഹത്തോട് നേരിട്ട് പോയി കാലി പിടിച്ച് മാപ്പ് പറയേണ്ടതാണ്. അത്ര കൂടുതലാണ് ഈ നമ്പി എന്ന് പറയുന്ന വലിയ ശാസ്ത്രജ്ഞനോട് ഈ സമൂഹം ചെയ്തു വെച്ചത്. ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് അദ്ദേഹത്തിനെ തല്ലി പഴിപ്പിച്ച് ഒരു മനുഷ്യനോട് ചെയ്യാൻ കഴിയാവുന്നതിൽ വലിയ അപരാധം നമ്മുടെ പോലീസും മറ്റുള്ള അന്വേഷണ ഏജൻസികളും അദ്ദേഹത്തോട് ചെയ്തു. IB ഒന്നും ചെയ്യില്ല എന്ന് പറയുന്ന ഒരു അന്വേഷണ ഏജൻസിയാണ്. IB പോലും കുറ്റാരോപിതരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ കേസിൻ്റെ പശ്ചാത്തലം ഇതായിരുന്നു. ഹോട്ടലിൽ വെച്ച മറിയം റഷീദ് എന്ന മാലി വനിതയെ കയറി പിടിക്കാൻ S. വിജയൻ ശ്രമിച്ചു. അവരെ എതിർത്തു. അതോടെ അവരുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി. കൂടുതൽ ദിവസം അവർ കാലാവധി അവസാനിച്ചതിന് ശേഷവും കൂടുതൽ ദിവസം ഇന്ത്യയിൽ നിന്നു എന്ന രീതിയിൽ അവരുടെ പേരിൽ കേസുണ്ടാക്കി. അത് കോടതിയിൽ നിൽക്കാതെ വന്നപ്പോൾ അവർ ചാരപ്രവർത്തനം നടത്താനാണ് കേരളത്തിൽ വന്നത് എന്ന രീതിയിൽ കേസ് കെട്ടിച്ചമച്ചു. അതിൽ പല ആളുകളും മൂക്കുകുത്തി വീണു. പല സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ കഥകളൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ച് നടപടികളുമായി മുന്നോട്ട് പോയി. അവസാനം ISROയിലെ ഏറ്റവും വിദഗ്ധരും ലോകം ശ്രദ്ധിച്ച ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അടങ്ങിയ നമ്പി നാരായണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുമ്പഴിക്കുള്ളിലായി എന്ന് മാത്രവുമല്ല ഒരുപാട് പോലീസ് പീഡനങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. ഷഫീദ് റാവുത്തർ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തും തത്സമയം ചേരുന്നു. ഷഫീദ്, ഓർക്കുമ്പോൾ നമുക്ക് വല്ലാത്ത മാനസിക വിഷമമുണ്ട്. നമ്പി നാരായണനെ എപ്പോഴും കാണുമ്പോൾ എൻ്റെ തല അറിയാതെ കുനിഞ്ഞു പോകും. ഈ മനുഷ്യനോടാണല്ലോ നമ്മളിതൊക്കെ ചെയ്തു കൂട്ടിയത് എന്ന്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ രാജ്യത്ത് വലിയ തരത്തിലുള്ള സംഭാവനകൾ നൽകേണ്ട ഒരു ശാസ്ത്രജ്ഞൻ, ആ ശാസ്ത്രജ്ഞന്റെ ജീവിതം കുടുംബം അത് അപ്പാടെ തകർത്ത് കളഞ്ഞൊരു സംഭവം എന്നതിനപ്പുറത്തൊക്കെ രാജ്യത്തിന് തന്നെ അപമാനം തോന്നുന്നൊരു സംഭവമായി ISRO ചാരക്കേസ് മാറിയത് കണ്ണീരോടുകൂടി നമ്പി നാരായണൻ പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. മാത്രമല്ല നമ്പി നാരായണന്റെ ഭാര്യയെ ഈ ISRO ചാരക്കേസിന്റെ പശ്ചാത്തലത്തിൽ കിഴക്കേക്കോട്ടയിലെ ഒരു സ്ഥലത്ത് നിന്നും ഓട്ടോറിക്ഷയിൽ നിന്നും ഇറക്കിവിട്ട വിവരമടക്കം വേദനയോടെ നമ്പി നാരായണൻ പലയിടത്തും പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ ഇതുമായി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ CBI കുറ്റപത്രമുണ്ടല്ലോ, ആ CBI കുറ്റപത്രത്തിൽ എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് രാജ്യത്തിന്റെ ബഹിരാകാശ നീക്കങ്ങൾക്ക് പോലും വലിയ തരത്തിൽ പിടിച്ചുലച്ച ഒരു സംഭവം, അതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട തർക്കമാണ് എന്നുള്ളത് സ്വാഭാവികമായും അത് വലിയ തരത്തിൽ വിവാദമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. CBI അടിവരയിട്ട് പറയുന്നുണ്ട് ISRO ചാരക്കേസ് ഗൂഢാലോചനയാണ്. അത് S. വിജയന് മറിയം റഷീദയോട് തോന്നിയ ഒരു വിരോധത്തിന്റെ ബാക്കിപത്രമാണ്. അത് തെളിയിക്കാൻ അദ്ദേഹം ഒരു മിഷണറിയെ ഒന്നാകെ ഉപയോഗിച്ചു എന്നുള്ള കാര്യം കൂടി CBI കുറ്റപത്രത്തിൽ അക്കമിട്ട് നിരത്തുന്നു. മുൻ SP S. വിജയൻ, മുൻ DGP CB മാത്യൂസ്, മുൻ DGP RB ശ്രീകുമാർ, മുൻ CI KK ജോഷ, മുൻ IB ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നിവർക്കെതിരെയായിരുന്നു CBI കുറ്റപത്രം. അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വകുപ്പുകൾ ഗൂഢാലോചന, സ്ത്രീകളോട് മോശമായി പെരുമാറുക, തടഞ്ഞുവെക്കുക, ക്രൂരമായി മർദ്ദിക്കുക
തുടങ്ങിയ വകുപ്പുകളാണ്. പക്ഷേ ഈ വകുപ്പുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ഗൗരവമുള്ള മറ്റു ചില വകുപ്പുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേർക്കണമെന്ന് നേരത്തെ തന്നെ നമ്പിനാരായൺ കോടതിയിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞതാണ്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നമ്പിനാരായൺ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതാണ്ട് 30 വർഷത്തിലധികം കാലം താൻ തന്റെ ജീവിതം ഇതിനുവേണ്ടി കളഞ്ഞു. താൻ ആകെ പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ തന്റെ ജോലി എന്ന് പറയുന്നത് താൻ ഈ സംഭവത്തിൽ നിരപരാധിയാണെന്ന് തെളിയിക്കുകയായിരുന്നു. അത് തെളിഞ്ഞു. അതോടുകൂടി തന്റെ ജോലി കഴിഞ്ഞു. താൻ ഈ പ്രതികൾ തന്നോട് വന്ന് മാപ്പ് പോലും പറയണ്ട, പകരം തെറ്റ് സംഭവിച്ചു എന്ന് സമ്മതിച്ചാൽ മതിയെന്നായിരുന്നു നമ്പി നാരായണന്റെ പ്രതികരണം. ഏതായാലും എസ് വിജയൻ അടക്കമുള്ള ആളുകൾക്കെതിരെ കോടതി നടപടി തുടരും. ഗൗരവമായ വിഷയമായി കോടതി ഇതിനെ പരിഗണിക്കും. CBI ഇതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന മറ്റു ചില കണ്ടെത്തലുകൾ കൂടിയുണ്ട്. കാരണം മറിയം റഷീദെ അറസ്റ്റ് ചെയ്തതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയത് എസ് വിജയനാണ്. അത് തെളിയിക്കുന്ന ചില മാധ്യമപ്രവർത്തകരുടെ മൊഴിയടക്കമുള്ള കാര്യങ്ങൾ അത് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതുമാത്രവുമല്ല, ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ ഗസ്റ്റ് ഹൌസിൽ വെച്ച് നമ്പി നാരായണനെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ മൊഴികൾ, അതിനുശേഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് പോയി പറയുന്നു അദ്ദേഹം ക്രൂരമായി മർദ്ദനമേറ്റു, അവശനായി അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന്. ശേഷം ഒരു ഡോക്ടർ, ഇതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ CBI കുറ്റപത്രത്തിലുണ്ട്. ഓക്കെ, ഷെഫീദ് റാവുത്തറാണ് ട്രിവാൻഡ്രത്ത് നിന്ന് തത്സമയം ചേർന്നത്. ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ, ഇതിൽ ചില മാധ്യമപ്രവർത്തകർ ഉൾപ്പെട്ടു എന്നതാണ് നേര്. കാര്യം എസ് വിജയനെ പോലെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതൊക്കെ അപ്പാടെ വിശ്വസിച്ച് ഒരുപാട് കെട്ടുകഥകളും അർത്ഥസത്യങ്ങളും ചില പത്രപ്രവർത്തകർ അന്ന് എഴുതി പിടിപ്പിച്ചിരുന്നു. ഇപ്പോൾ അവർക്കൊക്കെ വല്ലാത്ത കുറ്റബോധമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്പി നാരായണൻ്റെ കുടുംബത്തോട് നമ്മൾ കാണിച്ചത് പത്രങ്ങളിലൂടെ എഴുതിവിട്ടത് കാരണം ആ കുടുംബം തെരുവാധാരമായി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്ന് രോഗിണിയായതാണ്. അടുത്ത കാലത്താണ് നമ്പിയുടെ ഭാര്യ മരിച്ചത്. ഒരുപക്ഷെ നമ്പി നാരായണൻ എന്ന് പറയുന്ന വലിയ ശാസ്ത്രജ്ഞൻ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ ശ്രമിച്ച ചുരുക്കം ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ നമ്പി നാരായണൻ തൻ്റെ ജീവിതകാലത്ത് അനുഭവിക്കേണ്ടി വന്ന വിഷമതകൾക്ക്, വൈഷമ്യങ്ങൾക്ക്, ദുരിതങ്ങൾക്ക് അറുതിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ISRO കുതിച്ചു പൊങ്ങുകയാണ്. ലോകത്ത് 4ാം സ്ഥാനത്തേക്ക് നമ്മുടെ ശാസ്ത്രലോകം വളർന്നു പൊങ്ങുമ്പോൾ ഈ താഴെ നമ്പി നാരായണൻ എന്നൊരു മനുഷ്യനോട് സമൂഹം കാണിച്ച നന്ദികേട് അത് എൽക്കാലത്തും ചരിത്രത്തിലെ കറുത്ത ഏടായി നിലനിൽക്കുക തന്നെ ചെയ്യും.